ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കെവിൻ ഓവൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ലോഗൻ പോൾ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. ലോഗൻ പോൾ വന്നതിന് ശേഷം പറയുന്നുണ്ട് കെവിൻ ഓവൻസ് തന്നെ ചീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെന്ന്. അത് തക്ക സമയത്ത് റെഫറി കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയെല്ലാം സംഭവിച്ച് താൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനായ കാര്യത്തെ പറ്റിയെല്ലാം. അപ്പോൾ ഇതേ കാര്യം ലോഗൻ പോൾ ചെയ്തപ്പോൾ ചീറ്റായിട്ട് തോന്നിയില്ല, കെവിൻ ഓവൻസ് ചെയ്തപ്പോൾ ചീറ്റായിട്ട് തോന്നി. അങ്ങനെയാണ് ഈ ഒരു സെഗ്മെന്റിൽ ലോഗൻ പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇഞ്ചുറി സംഭവിച്ച കെവിൻ ഓവൻസ്, സെത്ത് റോളൻസ്, CM പങ്ക് ഇവരെയും മെൻഷൻ ചെയ്ത് കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ കെവിൻ ഓവൻസ് വന്നുകൊണ്ട് ലോഗൻ പോളുമായി സംസാരിച്ച് റീമാച്ച് ആവശ്യപ്പെടും. അപ്പോൾ ലോഗൻ പോൾ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് കെവിൻ ഓവൻസിനോട് നിന്നോട് സംസാരിക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എന്നും അല്പം നീങ്ങി നിൽക്കാനായിട്ട് ലോഗൻ പോൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കെവിൻ ഓവൻസ് പറയുന്നത് അതിന്റെ കാരണം നീ കൊണ്ടുവന്നിട്ടുള്ള എനർജി ഡ്രിങ്ക് ഞാൻ കുടിച്ചിരുന്നു, അതാണ് ആ ബാഡ് സ്മെൽ എന്നൊക്കെയാണ്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ അസ്റ്റ്യൻ തിയറി, ഗ്രേസൺ വാലർ ഇവരെല്ലാം വന്നുകൊണ്ട് അസ്റ്റ്യൻ തിയറി, കെവിൻ ഓവൻസ് ഇവർക്കൊരു മാച്ചാണ് വെച്ചത്. അപ്പോൾ ഈ എലിമിനേഷൻ ചേംബറിലും ഇവർക്ക് തന്നെയാണ് റീമാച്ച് നടക്കാൻ പോകുന്നത്. KO വേഴ്സസ് ലോഗൻ പോൾ. ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായി തന്നെയാണ് മുന്നോട്ട് പോയത്. മൈനർ ഇഞ്ചുറി ഉണ്ടായിട്ട് പോലും സ്വാൻഡർ ബോംബ് പോലെയുള്ള മൂവെല്ലാം കെവിൻ ഓവൻസ് ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ട്. ഈ മാച്ചിന്റെ അവസാനം ഗ്രേസൺ വാലർ റിംഗിൽ കയറിക്കൊണ്ട് അസ്റ്റ്യൻ തിയറിയെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി, അതായത് ലോഗൻ പോളിന്റെ മാസ്റ്റർ പീസ് ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് ലോഗൻ പോൾ കൊണ്ടുവന്നിട്ടുള്ള വളയെല്ലാം അവിടെ വെച്ച് കൊടുക്കുന്നതായിട്ടും അത് അസ്റ്റ്യൻ തിയറി എടുത്ത് കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കെവിൻ ഓവൻസ് അത് തിരികെ വാങ്ങിച്ചുകൊണ്ട് റഫറി കാണാതെ അസ്റ്റ്യൻ തിയറിയെ തന്നെ അറ്റാക്ക് ചെയ്ത് ശേഷം അത് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പിൻ ചെയ്ത് ഈ മാച്ചിൽ കെവിൻ ഓവൻസ് ആണ് വിൻ ചെയ്തത്. പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ നയോമി സ്മാക്ഡൗണിലും NXTയിൽ നിന്നും വന്ന ടിഫാനി സ്ട്രാറ്റൻ സ്മാക്ഡൗണിലും വരുന്നതായിട്ട് കാണിച്ചു. അതുപോലെ മിയയുമായിട്ട് പ്രശ്നമുണ്ടാക്കി ഇവർക്കൊരു സിംഗിൾസ് മാച്ചും വെച്ചു. പിന്നീട് ബിയാങ്ക ബെലർ യുസ്കയുടെ കൂടെ മാച്ച് വേണം, ആ ലെവലിലെല്ലാം ലിക്കാർഡിൻസുമായി സംസാരിക്കുന്നതായിട്ടും. അതേസമയം ലോഗൻ പോൾ വന്നുകൊണ്ട് കെവിൻ ഓവൻസ് അല്ലാതെ മറ്റാരെങ്കിലും കണ്ടുപിടിക്കാൻ ഈ ഒരു ലെവലിൽ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ചാമ്പ്യൻഷിപ്പ് മാച്ചിന്. പിന്നീട് ഒരു ഫാറ്റൽ ഫോർവേ ടാഗ് ടീം മാച്ച് നടന്നു. ഈ മാച്ച് നടന്നത് പീറ്റ് ഡാൻ ആൻഡ് ടൈലർ ബീറ്റ്, LWO, പ്രീറ്റി ഡെഡ്ലി, ലിഗാഡോ ഡെൽ പാന്റാസ്മ ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ ടാഗ് ടീം മാച്ച് അടിപൊളി മാച്ച് ആയിട്ടാണ് തോന്നിയത്. 4 ടീമും നന്നായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ടൈലർ ബീറ്റ് ആൻഡ് പീറ്റ് ഡാൻ അവരുടെ കോംബോ ഫിനിഷർ പ്രീറ്റി ഡെഡ്ലി ടീമിനെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ടൈലർ ബീറ്റ് ആൻഡ് പീറ്റ് ഡാൻ ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ എലിമിനേഷൻ ചേംബറിലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പാണ് WWE സെറ്റ് ചെയ്യുന്നത്. പിന്നീട് ഡാമേജ് കൺട്രോൾ ടീമിന്റെ സെഗ്മെന്റ് നടന്നു. ബെയിലി റിയ റിപ്ലിനെയാണോ അതോ യുസ്കൈനെയാണോ ചാലഞ്ച് ചെയ്യുക, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഡാമേജ് കൺട്രോൾ ടീം ബെയിലിനെ കയറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഒരു സ്റ്റീൽ പൈപ്പ് എടുത്തുകൊണ്ട് വന്ന് ഡാമേജ് കൺട്രോൾ ടീമിനെ ബെയിലെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ശേഷം യുസ്കൈനെ റെസൽമേനിയയിലേക്ക് ചാലഞ്ച് ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് കെറിൻ ക്രോസിന്റെ ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീമിനും ബോബി ലാഷ്ലിയുടെ ടീമിനും മാച്ച് വരുന്നത് പോലെയാണ് പരസ്യം കാണിച്ചത്. അതായത് ഈ 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കെറിൻ ക്രോസും ബോബി ലാഷ്ലിയും റിംഗിൽ വെച്ച് അറ്റാക്ക് ചെയ്തു. ബോബി ലാഷ്ലി കെറിൻ ക്രോസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബോബി ലാഷ്ലി സബ്മിഷൻ ലോക്ക് ചെയ്യുന്ന സമയത്ത് സ്കാർലറ്റ് കയറി ബോബി ലാഷ്ലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് പോലെയും, അതേസമയം ബീഫാബ് അവിടെ വന്നുകൊണ്ട് സ്കാർലറ്റിനെ അറ്റാക്ക് ചെയ്ത് ശേഷം ബോബി ലാഷ്ലി കെറിൻ ക്രോസിന് ഒരു സ്പിയർ കൊടുത്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് ബ്രോൺ ബ്രേക്കർ ബാക്ക് സ്റ്റേജിൽ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നത് പോലെ ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. പക്ഷെ ആഡം പേഴ്സ് എല്ലാം അവിടെ വന്നതുകൊണ്ട് ആ കോൺട്രാക്ട് സൈൻ ചെയ്യാതെ പോകുന്നത് പോലെ കാണിച്ചു. അതേസമയം ജാഡ് കാർഗിലും സ്മാക്ഡൗണിലേക്ക് വരുന്നത് പോലെ. പിന്നീട് സ്റ്റീഫാനി സ്ട്രാറ്റൻ വേഴ്സസ് മിച്ചിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ ടിഫാനി സ്ട്രാറ്റൻ തന്നെയാണ് മിച്ചിന്റെ ഫിനിഷർ എല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ വിൻ ചെയ്തത്. അതും ഒരു പ്രത്യേക ടൈപ്പിലാണ് മൂൺസോൾട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് സ്മാക്ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് കോഡി റോഡ്സ്, റോമൻ റെയിൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സ് റോമൻ റെയിൻസിന്റെ കയ്യിലുള്ള അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനാണോ സെത്തിന്റെ കയ്യിലുള്ള വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനാണോ മത്സരിക്കുക. പിന്നീട് റോമൻ വന്നതിന് ശേഷം എപ്പോഴത്തെയും പോലെ ഫാൻസിനോട് അംഗീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സെത്ത് റോളൻസിനെ എല്ലാം കളിയാക്കി സംസാരിക്കാൻ തുടങ്ങും. അതായത് സെത്ത് റോളൻസ് കോഡിയുടെ പിന്നാലെ നടന്നതുപോലെ ഞാൻ യാചിക്കൊന്നുമില്ല, എൻ്റെ കൂടെ മാച്ച് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സെഗ്മെന്റിന്റെ അവസാനം കോഡി റോഡ്സ് അവിടെ വന്നുകൊണ്ട് റോമൻ റെയിൻസുമായിട്ടുള്ള സ്റ്റോറിയെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. അവസാനം കോഡി റോഡ്സ് പറയുന്നത്, അതായത് ഞാൻ നിന്റെ പിറകിലുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒഴിവാക്കാണ് എന്ന് കരുതി നിന്നെ വിടാനൊന്നും പോകുന്നില്ല. നീയുമായിട്ടുള്ള സ്റ്റോറി ഞാൻ ഫിനിഷ് ചെയ്യും, അത് ഇപ്പോഴല്ല, നിന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു ലെജൻഡുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എന്ന് കോഡി പറയും. അപ്പോൾ തന്നെ റോക്കിന്റെ തീം സോങ് പ്ലേ ആകുന്നതായിട്ടും ആരും പ്രതീക്ഷിക്കാത്ത വിധം റോക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് വന്ന്
പിന്നീട് കോഡി റോഡ്സിന് ഷെയ്ക്ക് ഹാൻഡ് എല്ലാം കൊടുത്ത ശേഷം കോഡി റോഡ്സ് റോക്കിനെ നോക്കി ചിരിച്ച് റിങ് വിട്ട് പോയി. പിന്നീട് റോക്ക് റോമൻ ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ വന്നിട്ടുള്ള ഒരുപാട് ന്യൂസുകൾക്കും കാര്യങ്ങൾക്കും WWE എൻഡ് കാർഡ് കാണിച്ചേക്കാണ്. റസൽമേനിയയിൽ റോക്ക് വേഴ്സസ് റോമൻ മാച്ചും സമ്മർ സ്ലാമിൽ കോഡിയുടെ മാച്ചും വരാനായിരിക്കും ഇവരുടെ പ്ലാന്. ഇതിന്റെ കാരണം ഹൾക്ക് ഹോഗന്റെ റെക്കോർഡ് കളയാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ റസൽമേനിയയിൽ വലിയൊരു മാച്ച് നടത്താനും. എന്തായാലും ഇപ്രാവശ്യം കോഡി റോഡ്സ് ആയിട്ട് മാച്ച് വരും എന്നാണ് വിചാരിച്ചത്. ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടായികയൊന്നുമില്ല. എന്നാലും കോഡി റോഡ്സ് ആയിട്ടായിരുന്നു മാച്ച് വരേണ്ടത് എന്ന് തോന്നിപ്പോയി. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക. എന്തായാലും റോക്ക് റോമൻ ഇവരുടെ മാച്ച് വേറെ ലെവലായിരിക്കും.